രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. ഈശ്വരന്റെ വരദാനമായി ലഭിച്ച ഈ കുഞ്ഞിന്റെ കണ്ഠത്തിൽ മണിയോടെ ലഭിച്ചതിനാൽ നാം കുമാരന് മണികണ്ഠൻ എന്ന് നാമകരണം ചെയ്യുന്നു. മണികണ്ഠൻ മണികണ്ഠൻ മണികണ്ഠൻ. മണികണ്ഠൻ 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 നല്ല പേര്. എന്റെ പേര് പോലെ തന്നെ ഫൽഗുണൻ മണികണ്ഠൻ. എന്താ നിനക്ക് രണ്ടുപേർക്കും എന്താ? തമ്പുരാനെ, ഇതിൽ കോർത്തിരിക്കുന്നത് ശംഖ്, ചക്രം, ഗദ, ശാർങ്ങകം, ഖഡ്ഗം എന്നിവയുടെ പ്രതിരൂപങ്ങളാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞിന് ഒരാപത്തും വരികയില്ല. ഇത് കുഞ്ഞിന്റെ അരകിൽ ബന്ധിക്കണം. കുമാരാ, എന്നെ കുമാരാ. മഹാരാജൻ, അങ്ങ് ഇന്ന് ഏറെ സന്തോഷവാനാണല്ലോ. റാണി, കേൾക്കുന്നതും അറിയുന്നതുമെല്ലാം ഏറെ ആഹ്ലാദകരമായ വാർത്തകളാണ്. ഇന്ന് കൊട്ടാരം ജ്യോത്സ്യന് പ്രവചിച്ചതും അതുതന്നെയാണ്. ഇനി പന്തളം ദേശത്തിന്റെ നാളുകൾ ഐശ്വര്യത്തിന്റെ നാളുകളായിരിക്കും. നമ്മുടെ രാജ്യത്ത് കൃഷിയും വ്യവഹാരവും പതിവില്ലാത്ത വിധം അഭിവൃദ്ധിപ്പെടുന്നു. പ്രജകൾക്ക് സമ്പൽ സമൃദ്ധി കൈവരുന്നു. രാജഭണ്ഡാരം നിറഞ്ഞു കവിയാൻ തുടങ്ങുന്നു. സർവ്വ ഐശ്വര്യത്തിന് ഹേതു ഇവൻ തന്നെ, നമ്മുടെ സീമന്തപുത്രൻ മണികണ്ഠൻ. കുമാരന്റെ വളർച്ചയോടെ പന്തളം ദേശത്തിന്റെ ഖ്യാതി ഇനിയും വാനോളം ഉയരും. കുമാരാ,
ശിവകരം ശാന്തം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണേതാരം ശിവമാർഗ പ്രണയതാരം പ്രണതോസ്മിൻ സദാശിവം. പ്രണതോസ്മിൻ സദാശിവം. എവിടെ? അയ്യോ അയ്യോ കുമാരാ എവിടെ? പിടിച്ചു. പിടിച്ചു. പ്രണാമം തിരുമനസേ. പ്രണാമം. പ്രണാമം. മന്ത്രി, ജനസഭയിൽ എന്തൊക്കെയായിരുന്നു പൊതുജന അഭിപ്രായം? ക്രിയാത്മകമായ എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടോ? ജനങ്ങൾ പൊതുവെ സന്തുഷ്ടരാണ്. എന്നാലും വേനൽക്കാലത്ത് അനുഭവപ്പെടുന്ന ജലക്ഷാമം പരിഹരിക്കാൻ കൂടുതൽ ജലസംഭരണികളും പൊതുകിണറുകളും സ്ഥാപിക്കണമെന്നാണ് ഒരു നിർദ്ദേശം. പിന്നെ ഉൾനാടൻ പ്രദേശങ്ങളിൽ തെരുവ് വിളക്കുകൾ സ്ഥാപിക്കുകയും സഞ്ചാരയോഗ്യമായ പാതകൾ നിർമ്മിക്കുകയും ചെയ്യണമെന്നാണ് മറ്റൊരു നിർദ്ദേശം. ന്യായമായ ആവശ്യവും നിർദ്ദേശവുമാണവ. മന്ത്രി, കൽപ്പിച്ചാലും കാലതാമസം കൂടാതെ തന്നെ നമ്മുടെ ജനങ്ങളുടെ ആവശ്യം നിറവേറ്റി കൊടുക്കുക. എല്ലാം അങ്ങയുടെ ഇഷ്ടം പോലെ. പിടിച്ചേ. ഇനി കുമാരന്റെ കണ്ണ് ഞാൻ കെട്ടും. രാജാവിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായി നിന്ന് ആവശ്യങ്ങൾ അറിഞ്ഞു പ്രവർത്തിക്കുന്ന മന്ത്രി എക്കാലവും രാജ്യത്തിനും രാജാവിനും ഒരു ഐശ്വര്യം തന്നെയാണ്. മഹാരാജനില്ലെങ്കിൽ പിന്നെ മന്ത്രിയും ഇല്ലല്ലോ തമ്പുരാട്ടി. തിരുമനസിന്റെ ഏതാജ്ഞകളും ശിരസാ വഹിച്ച് ഈ ഉള്ളവൻ എന്നും ഈ കാൽച്ചുവട്ടിൽ തന്നെ ഉണ്ടാവും. കള്ളം കള്ളം. എന്താ കുമാര? ഈ പത്മിനി കളവാണ് പറയുന്നത് പിതാശ്രീ. നാം കണ്ണുകെട്ടി പത്മിനിയെ തൊട്ടതാ, എന്നിട്ടിപ്പോ തൊട്ടില്ലെന്ന് പറയുന്നു. ഇന്നിനി കളിച്ചത് മതി. ഇനി നാളെ വരൂ. ഓ, മഹാരാജൻ, അങ്ങയുടെയും റാണിയുടെയും ചിരകാല അഭിലാഷം സഫലമാകാൻ പോകുന്നു. അവിടുത്തെ ആഗ്രഹം പോലെ ഒരു കുഞ്ഞിന് മഹാറാണി ജന്മം നൽകാൻ പോകുന്നു. സന്തോഷമായി വൈദ്യരെ. ഈ ശുഭവാർത്തയ്ക്ക് ദാ ഈ പാരിതോഷികം സ്വീകരിച്ചാലും. തിരുവയറൊഴിയും വരെ കഴിക്കേണ്ട ആഹാരക്രമവും ഔഷധങ്ങളും നാം കുറിപ്പടി തയ്യാറാക്കി എത്രയും വേഗം എത്തിച്ചുകൊള്ളാം. ആയിക്കൊള്ളട്ടെ. വൈകുണ്ഠനാഥ, ലക്ഷ്മീപതേ, ഈ ഉള്ളവളുടെ ജന്മം സഫലമായി. എല്ലാം നമ്മുടെ മണികണ്ഠകുമാരന്റെ ഐശ്വര്യമാണ്. കുമാരൻ വന്ന ശേഷം ഈ രാജ്യത്തിന് തന്നെ എന്തൊരു അഭിവൃദ്ധിയാണ്. ഇനി എത്രയും വേഗം മണികണ്ഠകുമാരനെ യുവരാജാവായി അഭിഷേകം ചെയ്യണം. ഇല്ല പിതാശ്രീ,
നമ്മുടെ അനുജനാകും ഈ പന്തളദേശത്തിന്റെ അടുത്ത കിരീടാവകാശി. അതിന് ജനിക്കാൻ പോകുന്നത് അനുജനാണെന്ന് കുമാരൻ എന്താ ഇത്ര നിശ്ചയം? അനുജനായാലും അനുജത്തിയായാലും നമുക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ ഈ രാജ്യം വാഴുന്ന നമ്മുടെ പിൻഗാമി നമ്മുടെ മണികണ്ഠകുമാരൻ തന്നെയാവും. ഇല്ല പിതാശ്രീ, മാതാശ്രീ ജന്മം നൽകാൻ പോകുന്ന നമ്മുടെ അനുജൻ തന്നെയാവും ഈ പന്തളദേശത്തിന്റെ അടുത്ത അവകാശി. ചെങ്കോലും കിരീടവും ചൂടി അനുജനി രാജ്യം വാഴും. ഇല്ല കുമാര, വേദശാസ്ത്രങ്ങളും അസ്ത്രശാസ്ത്ര വിദ്യകളും പരിശീലിപ്പിച്ച് നമ്മുടെ മണികണ്ഠകുമാരനെ നാം പന്തള മഹാരാജാവെ വാഴിച്ചിരിക്കും. ക്ഷമിക്കണം പിതാശ്രീ, അങ്ങയുടെ ആഗ്രഹം വിഫലമാകും. അനുജൻ തന്നെയാകും അനന്തരാവകാശി. ഒന്നിനു പുറകെ മറ്റൊന്നായി തടസ്സങ്ങൾ നമ്മെ പിന്തുടരുകയാണല്ലോ ഫൽഗുന. അങ്ങുന്നേ, അപ്പൊ നമ്മുടെ ആഗ്രഹങ്ങൾ വിഫലമാകുമോ അങ്ങുന്നേ? പന്തളം കൊട്ടാരത്തിന് ഒരിക്കലും ഒരു അനന്തരാവകാശി ഉണ്ടാകില്ല എന്ന് കരുതിയപ്പോ ആദ്യം ഒരു മണികണ്ഠൻ. ഇപ്പോ രാജരക്തത്തിൽ തന്നെ അപശകുനം പോലെ മറ്റൊരു സന്തതി കൂടി പിറക്കാൻ പോകുന്നു. പച്ചയ്ക്കില്ല ഞാൻ ഒരുത്തനെയും. സ്നേഹിച്ചുകൊണ്ട് ചതിക്കാൻ സ്ത്രീയോളം മറ്റാർക്കും സാധ്യമല്ല. കമലം, ഇനിയെല്ലാം നിന്റെ കരങ്ങളിലാണ്. മണികണ്ഠകുമാരനെ നീ വരുതിയിലാക്കണം. സ്നേഹിക്കണം, കൊഞ്ചിക്കണം. എന്നിട്ട് അവന്റെ മനസ്സിൽ വിഷം കുത്തി നിറയ്ക്കണം. വളർത്തമ്മ ചമഞ്ഞാലും പെറ്റമ്മയാകില്ല എന്ന തത്വം മണികണ്ഠകുമാരനെ ഞാൻ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊള്ളാം. അമ്മ മഹാറാണിക്ക് പിറക്കാൻ പോകുന്നത് കുമാരന്റെ അനുജനല്ല, അന്തകനാണെന്ന്. വൈദ്യർ പറഞ്ഞതുപോലെ റാണിക്കൊരു കുഞ്ഞ് ജനിക്കുമെന്ന് എന്താണ് ഉറപ്പ്? അതോർത്ത് നമ്മൾ ഇപ്പോഴേ വ്യാകുലപ്പെടേണ്ടതുണ്ടോ? അങ്ങനെ സംഭവിച്ചാലോ? വരാൻ പോകുന്ന വിപത്തിനെ കാലയെ കൂട്ടി കണ്ടറിഞ്ഞ് തടയിടണം. അതാണ് നാം പറഞ്ഞത്. മണികണ്ഠന്റെ കുഞ്ഞു മനസ്സിൽ അമ്മ മഹാറാണിയെക്കുറിച്ചും പിറക്കാൻ പോകുന്ന അനുജനെക്കുറിച്ചും ഒടുങ്ങിയാൽ തീരാത്ത പക വളർത്തണമെന്ന്. ജീവിതത്തിൻ്റെ അർത്ഥം പൂർത്തിയാകുന്നത് ദൈവനിശ്ചയത്തിലൂടെ മാത്രം. ലോകവീരം മഹാപൂജ്യം സർവരക്ഷാകരം വിഭും പാർവതി ഹൃദയാനന്ദോ ശാസ്താരം പ്രണമാമ്യഹം. വിപ്രപൂജ്യം വിശ്വവന്ദ്യം വിഷ്ണു ശംഭോ
പ്രിയം സുതം ക്ഷിപ്രപ്രസാദനിരതം ശാസ്താരം പ്രണമാമ്യഹം മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം സർവവിഗ്രഹരം ദേവം ശാസ്താരം പ്രണമാമ്യഹം ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേ തുഭ്യം നമോ നമഃ അസ്മത്കുലേശ്വരം ദേവം അസ്മത് ശത്രു വിനാശനം അസ്മദിഷ്ട പദാതാരോ ശാസ്താരം പ്രണമാമ്യഹം പാണ്ഡേശവം ശതിലകം കേരളേ കേളി വിഗ്രഹം ആർത്തത്രാണവരം ദേവം ശാസ്താരം പ്രണമാമ്യഹം ഹരിവരാസനം സ്വാമി വിശ്വമോഹനം ഹരിതീശ്വരം സ്വാമി ആരാധ്യ പാദുകം ഹരിവിമർദ്ദനം സ്വാമി നിത്യനർത്തനം ഹരിഹരാത്മജം സ്വാമി ദേവമാശ്രയേ പഞ്ചാത്രീശ്വരമംഗളം ഹരിഹര പ്രേമാകൃതി മംഗളം പിഞ്ചാലങ്കൃതമംഗളം പ്രണമതാം ചിന്താമണൈ മംഗളം പഞ്ചാശധ്വജമംഗളം ത്രിജഗദാമാധ്യപ്രഭോ മംഗളം പഞ്ചസ്തോപമംഗളം ശ്രുതിശിരോലങ്കാരചന്ദ്ര